ഹലോ ഗൈസ്, വെൽക്കം ടു ഓക്കേനാഷ്. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് വീഡിയോസ് റിയാക്ട് ചെയ്യാൻ വന്നതാണ്. അപ്പം ഞാനില്ലേ എൻ്റെ ഫോളോവേഴ്സിനോട് എപ്പോഴും ഇങ്ങനെ പറയണം എന്നിങ്ങനെ വിചാരിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, എനിക്കിങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്യണ സമയത്തെ ഒന്നിങ്ങനെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ ഊരിടണം. അങ്ങനെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് റെഡി ആവാനും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഷർട്ട് അയച്ചിടാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനെന്താ ചെയ്യാന്നറിയാം, മറ്റേ നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് മാത്രമല്ലേ കാണുള്ളൂ. ഞാനെന്താ ഈ പാൻ്റൊക്കെ എൻ്റെ ഒരു ഷെഡ് ഇട്ടാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഓപ്പൺ മൈൻഡ് വരാൻ, മനസ്സിലായ? ഇപ്പം നിങ്ങൾ ഇത്രയല്ലേ കാണുള്ളൂ, ഈ അടിക്ക് കാണില്ലല്ലോ. ഞാൻ അങ്ങനെ ഷെഡ് ഇട്ടാണ്ടൊക്കെ വീഡിയോ ചെയ്ത് നല്ല നേക്കടാ, ഭയങ്കര ഫ്രീ മൈൻഡാണ് കിട്ടുക. അത് നല്ലൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞ വിചാരിക്കും. പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നും, ഇനി പോലെ എന്തെങ്കിലും ബാഡായിട്ട് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ ഫോളോവേഴ്സ് അല്ലടാ, ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ വീഡിയോ ഇടുന്നത് മുതൽ നിങ്ങൾ എന്നെ കാണല്ലേ. പിന്നെ ഇപ്പം നിങ്ങൾ ഇനി എന്ത് വിചാരിച്ചാലും എനിക്കെന്താ, ഞാൻ നിങ്ങളതല്ലടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർ കണ വർത്താനം പറയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ കാണാം. ഗാസിയാബാദിൽ തന്തൂരി റൊട്ടിയിൽ തുപ്പിയ കുക്കിനെ അറസ്റ്റ് ചെയ്ത് UP പോലീസ്. റൊട്ടി പരത്തി അതിന്മേൽ തുപ്പി അടുപ്പിൽ വയ്ക്കുന്ന കുക്കിന്റെ വീഡിയോ വൈറലായതിനെ തുടർന്നാണ് പോലീസ് നടപടി. UP-കാരനായ കുക്ക് ജാവിദ് അൻസാരിയാണ് പിടിയിലായത്. വളരെ ഞെട്ടിക്കുന്ന വീഡിയോ തന്നെ പറയാം. ഭക്ഷണ പദാർത്ഥത്തിലേക്ക് തുപ്പിക്കൊണ്ട് ഭക്ഷണമുണ്ടാക്കുകയും അത് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്രയും ഒരു വീഡിയോ പുറത്തു വന്നത്. എടാ, ഭക്ഷണത്തൊക്കെ തുപ്പ് എരപ്പ ജാതിയെ അവൻ്റെ നാവരിയാണ്. എടാ, ഡൽഹി ഗാസിയാബാദ് എന്നൊക്കെ എത്രമാതിരി മറ്റേ പൂരിയും ദോശയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചോ എന്തൊക്കെ തിന്നണ് ഗാസിയാബാദ് എന്നൊക്കെ. ഡൽഹിയിലല്ലേ, നമ്മ കുറെ കാലം ഡൽഹിയിലല്ലേ ഞാ. തുപ്പിയാണ്ടാടാ ഭക്ഷണമൊക്കെ വളർന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവടാ, ഈ മുതലാളി എന്തെങ്കിലും ചൊറിഞ്ഞുണ്ടോ. അല്ലാതെ വെറുതെ ഒരു മനുഷ്യനെ എവിടെയും പോയിട്ട് തുപ്പിയാണ്ട് ഭക്ഷണം ഉണ്ടാക്കോ, എന്തെങ്കിലൊക്കെ ഉണ്ടോ. അല്ലാതെ എന്നാലും തുപ്പണ്ടില്ലേനടാ, വേറെ എന്തൊക്കെയാ ചെയ്യാൻ. കണ്ടിട്ടെന്നെ ആകെ ഇറ്റിങ്ങ തന്നെടാ. ഓരോരുത്തർ മനുഷ്യന്മാരെന്തായാലും വെറൈറ്റി മനുഷ്യന്മാര്. ഗാസിയാബാദ് ഡൽഹി NCR-ൽ പെടുന്നതാണ്. ഡൽഹി UP അതിർത്തിയിലുള്ളതാണ്. ഇവിടെയാണ് ഇത്തരം ഒരു പറയപ്പെടുന്ന റെസ്റ്റോറന്റിൽ തന്നെയാണ് ഇത്തരം ഒരു സംഭവം നടന്നത്. ഈ ഡൽഹി ശരിക്കും ഭയങ്കര വൃത്തിയുള്ള സ്ഥലമാണ്, ഡൽഹിന്റെ ശരിക്കുള്ള സ്ഥലങ്ങൾ ഇട്ടാ. പക്ഷെ ഞാനൊക്കെ നിൽക്കുന്ന ഒരു UP ബോർഡർ, അങ്ങനെ ഒരു ഹരിയാന UP ബോർഡർ, അങ്ങനെ ഒരു സ്ഥലത്താണ്. അങ്ങനല്ല, അതാണ് എൻ്റെ വീഡിയോസിലൊക്കെ ഫുള്ള് ആ മറ്റേ വൾഗർ സാധനങ്ങളല്ലേ. ഡൽഹി ഭയങ്കര, ഇപ്പൊ വിരാട് കോഹ്ലി അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഒക്കെ ജീവിക്കുന്ന സ്ഥലമുണ്ട് ഡൽഹിയിൽ. ഡൽഹി ഭയങ്കര വൃത്തിയുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ UP ഹരിയാനന്റെ ബോർഡറിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. തമ്പാക്ക് സംഭവങ്ങളൊക്കെ ഉള്ളത്, മനസ്സിലായ? എല്ലാ വീഡിയോയിലും തമ്പാക്കാൻ ഇത് ചടക്കുണ്ട് കേട്ടോ. അങ്ങ് കാണുന്നവർക്കില്ല ഒരു ചടക്ക്. പിന്നെ എന്താ വെച്ചാല് നമ്മത് ഇങ്ങനെ കണ്ട് ഇപ്പൊ അതന്നെ ആയിരുന്നു. എന്താടാ ഇത് മറ്റേ നാളെ ഒരു ദിവസം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇതിന് പോലെടാ കളിക്കാൻ പോലെ, ഇൻഫ്ലുവൻസേഴ്സിന്റെ മീറ്റിന്. അന്നുണ്ട് മോനെ, അന്നാണ് ഞാൻ എൻ്റെ വീഡിയോന്റെ പവർ മനസ്സിലാകാണ്. ഒരു ഭാഗത്തുനിന്ന് ഓരോരുത്തര് ഒരു ഭാഗത്തുനിന്ന് ചിലവര് ഓക്കേനാശ വിളിക്കാം. അപ്പൊ ഞാൻ ഒരു ഭാഗത്തുനിന്ന് തമ്പാക്കാന്നൊക്കെ, പിന്നെ ലീലാമണി അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ വീഡിയോസിലുള്ള ഓരോ കണ്ടന്റ് ഓരോരുത്തരുടെ മനസ്സിലേക്ക് ചിലവരതോ കണ്ട്, ചിലവര് നേപ്പാളി എന്നൊക്കെ. നേപ്പാളിയാ? അപ്പൊ പിന്നെ നിങ്ങൾ നാളെ നേപ്പാളിലല്ലേ അങ്ങനെ ഒരു സംഭവം. പക്ഷെ സന്തോഷം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. നമ്മളെ കളിയൊക്കെ ആണെങ്കിൽ ഓൾക്കൊരു സുഖം കിട്ടല്ലടാ. നമ്മളെ കളിയൊക്കെ ഞങ്ങളതല്ലടാ. നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് എന്തായിരിക്കും? अब आपको इसको मसाला देना है, आप दीजिए प्लीज, मसाला मारिए. Your movie spreading hate against Kerala. No, not at all. Again you are saying the same thing. Not at all. Sir, you don't want to accept. You don't want to accept. You don't want to accept the problem. It's more. ഇത് സംഭവം എന്താ വെച്ചാലേ, നമ്മളെ കേരള സ്റ്റോറി 2 കേരളത്തിനെ കുറിച്ചല്ലെന്ന് മറ്റേ അതിന്റെ ഈ ഡയറക്ടറൊക്കെ നേരത്തിന് എന്താ ചോറന്നാണ് തിന്നല്. മൂപ്പര് എന്ത് ബടായിയാണ്. കേരള സ്റ്റോറി എന്നിട്ടാണ് ഇപ്പൊ മറ്റേ അപ്പൊ ശരിക്ക് ചെയ്യേണ്ട മൂപ്പരെ ചാനലൊക്കെ ഒന്നാണ് കൊടുത്തിട്ട് പറയണ, ഇത് നിങ്ങൾ അടിച്ചല്ല, നമ്മളിത് ബാഹുബലിന്റെ ഡയറക്ടറെ ഉദ്ദേശിച്ച് അടിച്ചാന്ന് പറയണോ അല്ലേ? കേരള സ്റ്റോറി 2 എന്നിട്ടാണ് കേരളത്തിനെ കുറിച്ചല്ലല്ലോ. മറ്റേ ഇതൊക്കെ ഇട്ടാണ്ട് ഒല്ലിയൊക്കെ ഇട്ടാണ്ട് ഔലിയപ്പാപ്പന്റെ വൈദ്യ അവിടെ നിന്നാണ് ബടായി ഇട്ടിരിക്കുന്നത്. ഞാനൊക്കെ അവിടെ വേണേനി. ഇത് ആരുടെ നായെന്ന് വെച്ചാണ് ചെല്ലു. കേരള. എന്നിട്ട് അതുമല്ല കോമഡി, വിക്ടിംസ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ, കുറെ പെണ്ണുങ്ങളെ ആണുങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാ.
ഓലെന്തിനാ ഇത് കേരളത്തിനെ കുറിച്ച് പറയാനുള്ള ഈ ഇന്തോനേഷ്യ ആസാമിലും ബീഹാറിലും നടക്കണ എന്തിനാ കേരള സ്റ്റോറി എന്ന് പറയണേ. അതാണ് നമ്മളിവിടെ ചോദിക്കണത്. ഇറ്റിങ്ങൾ എന്ത് ഇമ്മ അവിടെ ചോദിക്കുമ്പോ വാപ്പ കക്കൂസ്, ഇമ്മ എവിടെയാണ് വാപ്പ കക്കൂസിലാണ്, പക്ഷെ ഇമ്മ എവിടെയാണ് വാപ്പ കക്കൂസിലാണ്. അമ്മാരത്തെ വർത്താനാണ് ഈ എരപ്പ ജാതികൾ പറയണത്. ആ കേരള സ്റ്റോറി 2 എന്നിട്ടാണോ കേരളത്തിന് ഉദ്ദേശിച്ചില്ലല്ലോ. അല്ല മാന്തൊക്കെ ഒന്ന് കൊടുക്കണം. അവിടെയൊക്കെ ഈ ഓക്കേനാശിന്റെ മരുത്ത് ആരും അവിടെ ഇല്ലാത്തോണ്ടല്ലേ കേറി അടിച്ചിന് ഞാനൊക്കെ. ഇങ്ങനെ പച്ച നോണ കണ്ണ് നോക്കി പറയാടാ എരപ്പ ജാതിയെന്ന് വെച്ചാണ്ട് കൊടുക്കടാ. ഞമ്മളൊക്കെ അവിടെ ജനി ഇത് ഇവിടെ ആണെങ്കിൽ ഒരു പ്രത്യേകിച്ച് പരിപാടിയും ഇല്ല. വെറുതെ ഇങ്ങനെ ആൾക്കാരും കളിയാക്കി നോണയും പറഞ്ഞിങ്ങനെ ഇരിക്കുക. പണിയൊന്നുമില്ല. കേരള സ്റ്റോറി കേരള ഓന്റെ ആ കഷണ്ടി ഞാൻ പൊട്ടിക്കും മോട്ടത്തല എടി. നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് നോക്കാം. ഓരോ വൈരേതങ്ങൾ വന്നോളും ലേബിൽ തന്നെ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് കഞ്ചാവ്, MDMA, പില്ല്, പുല്ല്, കല്ല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം പവർ കിട്ടാനും കോൺഫിഡൻസ് കിട്ടാനൊക്കെ. പക്ഷെ എന്താണ്, ഇതൊന്നും ഇത്തരം ലഹരികൾ ഉപയോഗിച്ച് കിട്ടുന്ന സാധനമല്ല. ഇതൊക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന പവറാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു പവറുമാണ്. അതാണ് പവർ. പിന്നെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുന്നത് ഈ ചെക്കൻ MDMA അടിച്ചാണ് പറയുന്നത് നോക്കാം. അത് തന്നെയാണ്. നമ്മളെ സാധനം കയ്യിലുണ്ട്. MDMA നല്ല കല്ല്, നല്ല സ്റ്റോണാണ്. പിന്നെ ഇത് കണ്ടിട്ട് ഇപ്പം പോലീസുകാർ എക്സൈസുകാരോ പാഞ്ഞു വരുന്നുണ്ടാവും. ഓന് അത് ചിലപ്പോ കല്ലുപ്പാണ് അതാണ് എന്താണെന്ന് പറഞ്ഞാലും ഇവന്റെ ചൊണ്ണ കണ്ടാറിയാം ഓന് കല്ലാണ്, ഓൻ MDMA ആണെന്ന്, കഞ്ചാവാണെന്ന്. ഓനെ ആ ചൊണ്ണ കണ്ടാലറിയാം. ഓന് വലിയ മാസം ഇറക്കാൻ്റെയോ നോക്കാം നമുക്ക്. പൊടി പോലും കിട്ടുമല്ലോ, വന്നിട്ട് കാര്യമില്ല. ഇവരൊക്കെ എടാ നമ്മളെ ഇമ്മിപ്പൊക്കെ എന്തൊരു സ്ട്രിക്റ്റ്. പല പെരയിലൊക്കെ എന്താവും എന്താ അവസ്ഥ. ഓരോ പെരയത്തെ ഒരു 1 ഡേ ലൈഫൊക്കെ ഒന്ന് നോക്കണം കേട്ടാ അല്ലേ. ഇന്റെ അമ്മക്ക് ഇത്രയും നല്ലൊരു മോനെ കിട്ടിയിട്ട് എന്നാലും ചൂടാവും. ലോറ് സ്കെച്ച് അസർ സ്കെച്ച് എന്ന് പറഞ്ഞാണ്. ഇവരൊക്കെ പെരയിൽ ഇപ്പൊ ഉമ്മമാരിപ്പോ എന്തിനാവും ചൂടാകുക. എന്താണ് മോനെ MDMA ആണോ അടിക്കണത്? എന്നാ MDMA അടിക്കണ്ട, കഞ്ചാവ് അടിച്ചാൽ മതി. MDMA അടിച്ചാൽ ഭയങ്കര സീനാണ് അങ്ങനെയൊക്കെയാണോ ഓരോ പെരയിലൊക്കെ പറയല്. നമ്മളില്ലേ എത്ര നല്ലോനായി നടന്നാലും പെരേല് ചൂടാവൂടാ. പെരേന്ന് നല്ലോണം പള്ള നിറച്ച് കേൾക്കും അല്ലേ. ഒന്ന് ആലോചിക്കാണീ ഇവരെ പെരേല് ഇപ്പൊ അതൊക്കെ ആവും. ഇന്ന് MDMA അടിച്ചാൽ നല്ല കിട്ടും മോനെ. കഞ്ചാവ് വേണമെങ്കിൽ അടിച്ചോ, MDMA പെരേന്ന് എന്തും അടിച്ചോ, പുറത്തേക്ക് ഇറങ്ങണ്ട, അങ്ങനെയൊക്കെ ആവും പറയല്. എന്താടേ നെക്സ്റ്റ് വീഡിയോ കാണൂ. കിം തുടരും. ഉത്തര കൊറിയൻ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 100% വോട്ടോട് കൂടി വിജയിച്ചു. കിം ജോൺ ഉൻ തന്നെ നേതാവായി തുടരും. പിന്നെ ഉറപ്പല്ലടാ കിം ജോൺ നേതാവായിട്ട് തുടരല്ല. അതിലിപ്പോൾ എന്താ അത്ഭുതം എന്താണ്? ഓനല്ലേ ഞാൻ മറ്റേ ഏതോ ഒരു ചെങ്ങായി അസംബ്ലി ഇവരെ മീറ്റിംഗ് എടുക്കണതിൻ്റെ ഇടയിലേ കിം ജോണിൻ്റെ സദസ്സിൽ വന്നിട്ട് എടുത്ത് ഉറങ്ങിയല്ല, എന്നിട്ട് ഓനെ വെടിച്ച് കൊന്നല്ല. പിന്നെ അതേമാതിരി എല്ലാവരും ഇവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. വാവ് കിം ജോന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിം ജോൺ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ കിം ജോൺ ഓടി വന്നാണ് ഇങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ എന്നറിയാം. അങ്ങനത്തെ ആൾക്കാരല്ല. പിന്നെ നമുക്ക് 100% 99 ആയിട്ടുണ്ടെങ്കിൽ ആ 1% ആരാണോ വോട്ട് ചെയ്യാത്ത ഓനെ തെരഞ്ഞ് കണ്ടുപിടിച്ചാണ് ഓനെ പോയിട്ട് കൊല്ലും. പിന്നെ എങ്ങനെയാ 100% ആവാതൊക്കെ മനസ്സിലായാ. അത്രക്കും ഏതാ അങ്ങനെയൊക്കെ ഒരു ഭരണം കിട്ടണം. അതൊക്കെ ലൈഫ് എന്താവൂലേ എന്നും അത് ഇത്. പക്ഷെ വേറെ ഒന്നുണ്ടാ, നമ്മക്ക് പഠിച്ചോനുണ്ട്, കർമ്മണ്ട്, അങ്ങനെയൊക്കെ ഒരു വിശ്വാസം നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാക്കണേ. ഇപ്പൊ അങ്ങനെ ഒരു സാധനം ഒന്നും ഇല്ല. ഇപ്പൊ കിം ജോണിനൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാവടാ, വല്ല തൂറ്റല അല്ലെങ്കിൽ മറ്റേ ചോരൊക്കെ ആവും ദൂരല്ല കിം ജോണിന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ വല്ല ഷുഗർ, പ്രഷർ, പള്ളവേന, തലവേന, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും 100%. ഇതിപ്പോ എന്തേമാതിരി വെച്ചല്ലേ, ഈ നമ്മള് പണ്ടൊക്കെ ഞാന് ഇന്ത്യയില് എൻ്റെ അമ്മോന് ഗൾഫിൽ നിന്നുണ്ടെങ്കിൽ ബോളും ഉണ്ട്, ഫുട്ബോള് അതേമാതിരി ക്രിക്കറ്റ് കളിക്കുമ്പോഴുള്ള ബോളില്ല കേട്ടോ, ടെന്നീസ്. അപ്പൊ എനിക്ക് ബാറ്റ് ഒന്നില്ലെങ്കിൽ ഞാൻ ബോളൊക്കെ ആയിട്ട് പെരേക്കോ. അതേമാതിരിയാണ് കിം ജോന് അല്ലേ. കിം ജോന് ഓന് വലിയ സംഭവം. ഇങ്ങനെ ഓനെ മറ്റേ ആരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓലെ കൊല്ലുക. അപ്പൊ ഇവനക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൊന്നു കഴിഞ്ഞ് ഇനിയിപ്പോ 100% ആൾക്കാരാ. ആരും ഒരാൾ വോട്ട് ചെയ്തില്ലെങ്കിൽ തലയും പോകും ഉറപ്പല്ല. പിന്നെ ഇപ്പൊ ഓന് ജയിക്കണേനെത്താ ഇലക്കാ പോടാ അവിടുന്ന്. ആദ്യം ആണാണെന്നുണ്ടെങ്കിൽ കൊല ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ആരും കൊല്ലാതെ ഇതാക്ക് എതിരാളിനൊക്കെ വെച്ചിട്ട് മത്സരിക്കും. പൊട്ട കോയിമുട തലയാ അന്നെ ബോഡി ഷെയിം ചെയ്യടാ ഡുണ്ടുമണിയെ. ഓൻ വലിയ മമ്മൂട്ടി. ഓന് 100% ഓൻ ജയിച്ചല്ല ചിലക്കാ പോണി വരുന്നു. അയ്യോ ഓൻ്റെ ആ മുടിയും ഓൻ്റെ ആ മറ്റേ പെയിന്റ് അടിക്കണ ബ്രഷ് പോലത്തെ ഒരു മുടിയും ഓന് 100. എനിക്ക് ഇങ്ങനത്തെ ഒന്ന് കണ്ണിൻ്റെ ആരെ കണ്ടുകൂടാടോ കിം ജോണിൻ്റെ
ആ പാവങ്ങൾ എന്തൊക്കെയാ അവിടെ ഉള്ള ആൾക്കാർ എന്തൊക്കെയല്ലേ കാട്ടുണ്ടാകുക. നമ്മളൊക്കെ എന്ത് സുഖത്തിലല്ലേ ജീവിക്കുന്നത് കേരളം. നെക്സ്റ്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിംഗ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. ഓരോ ഫാന്റസിക്കും ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ എന്താണ് ഫോളോവേഴ്സ് ചിലവർക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബൊക്കെ കാണുന്ന ചില ഇമ്മമാരോ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഐ മീൻ നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് ഈ വെടി എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ അതിനായിട്ട് ഐ മീൻ ലൈംഗിക ഇതിന് ആവശ്യങ്ങൾക്ക് പോകും പൈസ കൊടുത്തിട്ട്, അതിനാണ് നമ്മൾ വെടി എന്നറിയില്ല. അതേമാതിരി വേടൻ അല്ല വേടനോ വേടൻ നമ്മളെ വേടനെ വെടൻ വെടി വെടൻ വെടൻ കിടക്കട്ടെ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാൻ മതി. വെടൻ മനസ്സിലായില്ല എന്തിനാ. അപ്പോൾ ഞാനെന്താ ക്ലാസ് എടുക്കാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ അങ്ങനെയൊക്കെ. ഇത് കേൾക്കുമ്പോൾ നമ്മളിഞ്ഞ് എൻ്റെ ഒരു മൈൻഡ് ഇട്ടാ, എൻ്റെ മൈൻഡ് ഭയങ്കര ഒരു ചീഞ്ഞ മൈൻഡാടാ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നടിമാരെ പേരൊന്നും പറയണ്ട, ഫോർ എക്സാമ്പിൾ സണ്ണി ലിയോൺ, ആനി റോസ്, ആരെങ്കിലൊക്കെ ഓരോ ഇപ്പോൾ ഇതേമാതിരി ഓരോ മേക്കപ്പ് അല്ലെങ്കിൽ ബോഡി ഗാർഡ് അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ക്യാമറമാനൊക്കെ ആയിട്ട് ആരെയും കാണുമ്പോൾ നിൻ്റെ മൈൻഡ് ഇങ്ങനെ പോവലിതാണ്. ഇത് ഇനി മറ്റതാണോ, ഇത് വേടനാണല്ല, ഇത് വെടനാണോ, ഇത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ, അതിങ്ങനെ നമ്മൾ ആലോചിക്കില്ലടാ. ഇതെന്തിനാ പുറത്ത് വിടാൻ നിന്നവല് മുഖമൊക്കെ മറിച്ചിട്ട് ഇവനൊക്കെ എങ്ങനെയൊക്കെ പിടിക്കണം, അവരെ കണ്ണൊക്കെ കണ്ടാവേ മനസ്സിലാവൂലേ. പിന്നെത്താ നമുക്ക് ഇനി ഇൻസ്റ്റയിൽ എന്തെങ്കിലും പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ വേഗം പൊക്കട അവനൊക്കെ സുന്ദരായിട്ട്. അവന്റെ കണ്ണുണ്ട എനിക്ക് പൊക്കാൻ കഴിയും അവനെ നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ. അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? കൂടുതലും എൻക്വയറീസ് വരുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ലാത്തവർ, അപ്പോൾ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചില അങ്ങനൊക്കെ ഉണ്ടോ സംഭവം? ഞമ്മക്കിതൊന്നും അറിയില്ലല്ല, നമ്മളിപ്പോ ഒരു ചെറിയ പ്രായമല്ലടാ എന്തല്ലേ. സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും ചില ഗ്രൂപ്പ്. അവരെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ. അങ്ങനെ സംഭവം ഉണ്ടല്ലേ. നമ്മളിന്ന് അപ്പളാട്ട് അറിയണം ഇതൊക്കെ. ജോലി സാധ്യത അല്ലേ. ഒരു പണി അറിയില്ലെങ്കിൽ ഇങ്ങനത്തിനെക്കാണ്ട് പോയിക്കോട്ടി. അല്ല നമ്മൾ അങ്ങനെ പറയത്തിട്ടാ. അല്ല ഞാൻ പറയാം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലേ. എൻ്റെ എക്സ്പ്രഷൻ ആട്ടോ. ഐ മീൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ ഞാൻ ശരിക്ക് കാണുമ്പോൾ ഇപ്പം ഞാനിങ്ങനെ കട്ടുമ്പോൾ കിടന്നാണ് കാണണം. അപ്പം എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് വരിക, അതിപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് പറയുമ്പോൾ നമ്മളെ വീഡിയോയിൽ അറിയാതെ വരില്ല. അങ്ങനെ കണ്ടാൽ മതിട്ട്. അല്ലാതെ ഞാൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല കേട്ടാ. ഞാൻ എൻ്റെ ഓരോ കൊച്ചു മനസ്സിൽ വരുന്ന ഓരോ കൊച്ചു ചിന്തകൾ ഞാനിങ്ങനെ പറഞ്ഞു നോക്കാണ് അല്ലേ. എന്താവൂലേ അങ്ങനെ അത്ര എന്താവൂലേ അതിനെ കുറിച്ച് ഓവർ പറയണ്ട. നെക്സ്റ്റ് വീഡിയോ. ഹലോ ഗായ്സ്, ബുദ്ധനാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു ഡ്രഗ്സിന്റെ MDMA. പിന്നെ അത് ശരിക്കും MDMA എന്നല്ല, അതായത് കല്ലുപ്പായിരുന്നു. പിന്നെ അത് നമ്മൾ വീഡിയോ സോഷ്യലിന്റെ ഭാഗം ചെയ്ത തെറ്റെന്നാണ്. ആ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാ ആ പോലീസ് നിൽക്കണ നോക്കിയാണ്. അതെന്താണ് പോലീസിനെന്താ ചോക്ക് അടുപ്പിച്ചണാ കണ്ടിട്ട് കളിയാക്കാൻ തോന്നണം. പിന്നെ പോലീസുകാരാണ് മോനെ. പോലീസുകാരൊക്കെ കളിയാക്കിയിട്ടുണ്ടെങ്കിലേ പെരയിൽ വന്ന് പിടിച്ചുണ്ടെങ്കിൽ ജയിലിലിട്ട് നല്ലോണം കിട്ടും. പിന്നെ പക്ഷെ നമുക്ക് കണ്ടിട്ട് ചെറിയടാ പോലീസ് നിൽക്കണോക്കിയാണ്. മീശൊക്കെ അങ്ങനെ ഒരു തോണി മറിച്ചിട്ട് മീശ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണേ. ചെങ്ങായി ആണെങ്കിൽ ഭയങ്കര പവറില്. ഹലോ ഗൈസ്, ഇന്നലെ നമ്മളെ ഒരു MDMA എന്ന് പറഞ്ഞിട്ട് പെടി കാണിച്ചിന്. അത് ശരിക്കും കല്ലുപ്പാണ്. എനിക്ക് തോന്നുന്നത് പോലീസ് വലിയ കോളില് നല്ല എസ്കോട്ടൊക്കെ ഇട്ട് വലിയ സംഭവമായി പെര കയറി വന്നപ്പോ ചെങ്ങായി കല്ലുപ്പേന്ന് പറഞ്ഞാൽ പറ്റിച്ചു വന്നിട്ട് ഇപ്പം ഒരു കിളി പോയ മാതിരി ഇല്ലേ. സാധാരണ മനുഷ്യനാണോ അല്ല അല്ലേ. നമ്മളാരും ഇപ്പൊ അതേമാതിരി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഗൈസ് MDMA ഞാൻ നാളെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ പറയാ MDMA ഗൈസ് MDMA നാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാ പറഞ്ഞേ എന്തൊക്കെ ഉണ്ട്. ഇതൊന്നും അടിക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ പോലീസ് ഈ ഇങ്ങനെയൊക്കെ പോലീസ് വിചാരിക്കണ്ട എന്നെ ഒരു ദിവസം കിട്ടടാ കാണിച്ച ഇതിപ്പോ വീഡിയോയിലൊന്നും അറിയ
തീർച്ചയായിട്ടും നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ അത് ഒരു റീച്ചിന് വേണ്ടി ചെയ്താണ്, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇത്ര റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. പിന്നെന്താണ്, സാറന്മാരൊക്കെ വന്ന് നമ്മൾ തെറ്റ് സമ്മതിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതാ ചെയ്ത ഉപ്പ് സാറിന് അതിനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാറിന്, അതാ ഉപ്പാണ്, കല്ലുപ്പാണ്. ആ സാറ് നിക്കണ പാവടാ, ഒരു പാവം സാധു സാറാ തോന്നുന്നുണ്ട് കേട്ടാ. ഇങ്ങനെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എരപ്പ ജാതി നല്ലപോലെ അവിടെ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ്റെ ഓരോ കല്ലുപ്പ് MDM ആയിട്ട് വരും. ചെങ്ങനെ കണ്ടാൽ തന്നെ ഒരു നെറ്റിമാൻ്റെ മരുണ്ട്. ചള്ളിയും കൂട്ടി ഒന്ന് കൊടുത്താലാ. ഇവനൊക്കെ ശരിക്കും കൊണ്ടുപോയി പൂശണം. പിന്നെത്താ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നാളെ പൂശണ്ടോ അവനൊക്കെ. ഓ ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും, പറയാൻ പറ്റൂല. പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോന്ത അടിച്ച് പൊട്ടിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളെന്താണ് ഇനി അങ്ങോട്ടേക്ക് എന്താണ് നല്ല പോസിറ്റീവ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. സമൂഹത്തിന് നല്ല രീതിക്കുള്ള ഇനി പോസിറ്റീവ് വീഡിയോ ചെയ്താൽ നമ്മളിങ്ങനെ പോസിറ്റീവിൽ നിന്ന് കാണും ചെയ്യും. ഓ MDM പയ്യൻ ഇവനെ ഇപ്പൊ നമ്മളെ കോഴിക്കോടുള്ളതാണ്. ഇവനെ എവിടെ കണ്ടാലും നമുക്ക് അതിൽ ഓർമ്മ വരാ MDM കല്ലുപ്പയാണ്. ഓ ഇനിയിപ്പോ പറയണേ 5 വക്ത് നിസ്കരിക്കണം മക്കളെ 2 കിലോ ആയി കിട്ടുന്നത് സെറ്റ് തന്നെ പോസിറ്റീവ്. അതിന്റെ ശേഷം മറ്റേ BGM ഒക്കെ ഇട്ടിട്ട് പോലീസുകാരൊപ്പം ഉള്ളൊരു ഫോട്ടോ, അതിലും അതാ പാവം പോലീസ് ഇങ്ങനെ വെക്കണം. എനിക്ക് തോന്നണേ ഏതോ 2 പാവം പോലീസുകാരെ പിടിച്ച് അയച്ചാവുന്നുണ്ട്. ഇതേം അയച്ച ഓരോ തീട്ട കേസിന് അല്ലേ. ചെറുക്കത്തെ ഓരോ പാവല്ലാതെ നല്ല കിടിലും പോലീസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓനെ മോന്ത അടിച്ചിട്ട് അവനെ ചെങ്ങായി നിക്കണ എന്താ എന്തെങ്കിലും ആവട്ടെ അല്ലേ. നമ്മളെന്തിനായില്ലേ, നമ്മളെ അഞ്ചനൊന്നുമല്ലല്ലോ. അല്ല ഞാൻ അങ്ങനെ വലിയ അഭിപ്രായം പറയണേ. ഞാൻ എന്തിനാണ് ഇങ്ങനെ അഭിപ്രായം പറയണേ. ഇതൊക്കെ ഓന് കല്ല് MDM കല്ലോ എന്തെങ്കിലും അടിച്ചോട്ടെ. ഇനിയിപ്പോ എനിക്കെന്താണ്, എന്നാലും ഓന് കോൺഫിഡൻസ് ഒക്കെയാണ്. നിങ്ങൾ പോലീസുകാരോ മുമ്പേ ഇത് പിടിക്കില്ലടാ. ശരിക്കും MDM ആവണേനടാ, ഓനക്ക് കിട്ടണേനടാ. ഓന് പോലീസുകാരോ മറ്റു ഡയലോഗ് നിങ്ങൾക്ക് തീരെ പറ്റില്ലടാ. അത് എന്റെ പൈസക്ക് ഞാൻ അടിക്കും, അത് എക്സൈസുകാരത് അതൊക്കെ മാസമൊക്കെ നല്ല കൊടുക്കണേനടാ ചെങ്ങായി. നെക്സ്റ്റ് വീഡിയോ കാണില്ലേ. ക്ലാസ് മുറിയിൽ 9ാം ക്ലാസ്സുകാരായ പെൺകുട്ടികളുടെ കൂട്ട മദ്യപാനം. തമിഴ്നാട് തിരുനെൽവേലിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ 6 വിദ്യാർത്ഥിനികളെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ചെസ് അടിക്കടാ ഏതെങ്കിലും എന്തായാലേ തല പേച്ചോയ കുട്ടികളാവൂലേ 9ാം ക്ലാസ്സിന്നൊക്കെ. പിന്നെ ഇപ്പത്തെ കാലം പിന്നെ വെച്ച് നോക്കുമ്പം സ്വാഭാവികം എന്തൊക്കെയാണ് നമ്മള് ഡെയിലി എന്തൊക്കെയാ ന്യൂസ് കേൾക്കണ്. അവിടെ പോക്സോ അവിടെ പീഡിപ്പിച്ച് ഇപ്പം മോനെ എത്രമാതിരി ഇൻഫ്ലുവൻസേഴ്സിന്റെ പേരിൽ കേസ് വരുന്നുണ്ട് അല്ലേ, പീഡന കേസ്. ഞാനൊക്കെ വേഗം കല്യാണം അയക്കാൻ പോട്ടാ. എന്നാ പിന്നെ ബാക്കി പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ നമ്മളെ ലോക്കാക്കുമ്പോൾ അങ്ങനെ നിന്നോളൂ. മറ്റേ എവിടെയെങ്കിലൊക്കെ പെട്ടുപോയാലോ എന്തായാലും കാട്ടുക. ഇല്ലടാ ഞാൻ ഇത്ര കാലം ഭയങ്കര നീറ്റാടാ. ഇനി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും ഈ വീഡിയോ കാണാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കര നീറ്റാണ്, പക്ഷെ സംഭവിക്കാതിരിക്കട്ടെ. മനുഷ്യന്മാരല്ലടാ. സംഭവത്തിന്റെ ഉത്തരവാദികളെന്നും PMK നേതാവ് അൻപുമണി രാംദാസ് കുറ്റപ്പെടുത്തി. ഓല പാടായി. ഓല അവിടെ വെള്ളമടിച്ചു എന്താലേ. ഓല ഇത്രേ വിചാരിക്കണ്ടാവുള്ളൂ. 1-2 അടിക്കാനും സമ്മതിക്കൂലേ രപ്പന്മാര്. ക്ലാസ് മുറി അയച്ചെന്താ. നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ്. മലപ്പുറം തിരുനാവായ രാങ്ങാട്ടൂർ ജുമാ മസ്ജിദിൽ നിസ്കാരത്തിനിടെ യുവാവിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എന്താലേ എരപ്പ ജാതി റമളാൻ മാസമായിട്ട് കക്കാൻ നടക്കടാ. നമുക്ക് ഫോൺ വേണമെങ്കിൽ എന്നോട് ചോദിക്കൂ. അല്ലെങ്കിൽ എത്രമാതിരി ഗിവ് അവ നടക്കുന്നുണ്ട് മറ്റേ ഇൻസ്റ്റഗ്രാമിലും അതിലും ഇതിലൊക്കെ ആയിട്ട്. ജോജു തമ്പി മറ്റേ അനാൻച തൊപ്പി എല്ലാവരും ഗിവ് അവ തൂറി വരകണതാ മറ്റേ ഗിവ് അവ. എന്നിട്ട് ഇപ്പൊ അതിലൊന്നും പങ്കെടുക്കാതെ ഈ ആൾക്കാർ റമളാൻ മാസത്തിലെ ആൾക്കാര് നിസ്കരിക്കുമ്പോ അവിടെ ബാക്കിൽ ഫോൺ വെച്ച് ചേച്ചിട്ട് തൊപ്പി വിട്ട് പോയാണ് കക്കലാടാ എരപ്പ ജാതിയെ. നിസ്കാരം നടക്കുന്ന സമയമാണ്. നിസ്കാരം നടക്കുന്ന സമയത്ത് ഇടയിലാണ്. അപ്പോൾ നമ്മൾ നിസ്കാരം നിൽക്കുമ്പോൾ അവിടെ ഈ ഫോണ് നിസ്കാരം നടക്കുമ്പോൾ ആരും ശ്രദ്ധിക്കുകയോ? എല്ലാവരും ഇങ്ങനെ ഫോൺ എടുക്കൊണ്ട് നോക്കാൻ പോകണല്ലോ. ഇവിടെ ആൾക്കാർ കൂലി. ഞാനൊക്കെ എന്ന് പറഞ്ഞാല് നിസ്കാരത്തെ കണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിയില്ല.
ഭയങ്കര അങ്ങനല്ല, നമ്മൾ അങ്ങനെയാണല്ലോ നിസ്കരിക്കുമ്പോൾ ഒന്നും അറിയില്ല, ഇതിൻ്റെ ഒക്കെ ഫോണോ എന്ത് കൊണ്ടായാലും ഞാനൊന്നും അറിയില്ല, അങ്ങനത്തെ ഒക്കെ ആൾക്കാരൊക്കെ ആവും. ഓരോരുത്തരും ഓരോ ബിസിനസ് കാര്യങ്ങള്. നെക്സ്റ്റ് വീഡിയോ. കടവന്ത്രയിൽ ഭിന്നശേഷിക്കാരനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു. യുവാവിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു. യുവതി ഉൾപ്പെട്ട 4 നല്ല രസമുണ്ട് അല്ലേ യുവതിനെ കാണാന്? അങ്ങനല്ല, അത്യാവശ്യം നല്ല ഒരു മുഖച്ചായൊക്കെ ഉള്ള ഒരു കുട്ടി. എന്നാലും ഇവളെന്തിനാ ഭിന്നശേഷിക്കാരനെ ഫുള്ള് കേട്ടക്കാതെ നമ്മളൊന്നും പറയരുത്. സംഘമാണ് മർദ്ദിച്ചത്. അക്രമി സംഘത്തിലെ 2 പേർ പിടിയിലായിട്ടുണ്ട്. പ്രതികളായ സഫ്നയെയും അമലിനെയും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രദർശനം കാനഡയിൽ ഇന്ത്യൻ വംശജൻ അറസ്റ്റിലായി. ഏരപ്പൻ ഇന്ത്യക്കാരെ വില പോക്കി കാനഡയിൽ പോയാണ്ട് അസുഖം ഇങ്ങനെ നടിച്ചാണ്ട് പോയിണ്ടാവും. വയ്യ എന്നിട്ട് ഇപ്പം ഏതെങ്കിലും നെയ്സാണ്ട് പോയപ്പോഴേ കണ്ടോളൂ ദിസ് ഈസ് മൈ ബനാന എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏരപ്പ ജാതി. എന്താണ് അനക്കൊക്കെ ഇനി നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടും മുത്തേ? എന്താ എൻ്റെ ഒക്കെ അവസ്ഥ? അവിടെ കാണിച്ചു കൊടുക്കുക തന്നെ. ഇതിനൊരു സ്വകാര്യത ഒക്കെ അല്ലേ ബ്രോ? എന്തൊരു മണ്ടനാണ് ജി. ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ നെയ്സ് ചിലപ്പോൾ ഇങ്ങനത്തെ അവനോട് പറഞ്ഞിട്ടുണ്ടാവും, എന്താണ് ഇതാക്കേണ്ടി അങ്ങനെ എന്തെങ്കിലുണ്ടങ്കിലോ ആ നെയ്സ് ചിലപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ആവും. അപ്പോൾ ഇവന് എന്താണ് നെയ്സ് ഏതായാലും പറഞ്ഞല്ലേ കാണിച്ചു കൊടുക്കുക. അപ്പോൾ വേറെ നെയ്സ് കണ്ടപ്പോൾ മറ്റേ നെയ്സ് ഓ മൈ ഗോഡ് ഇറ്റ് ഈസ് ടു ബിഗ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ സീനാക്കിണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ചെക്കൻ പെട്ടോ അല്ലാതെ നമ്മളെന്തിക്കാരെ അങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്തെങ്കിലും പെടുത്തിയതോ അവിടെ. ഈ ചില കേസൊന്നും നമ്മൾ നേരെ കണ്ട് മുണങ്ങരുത്. കുറച്ചൊക്കെ നമ്മൾ ആലോചിക്കാണ്ട് ചില കാര്യങ്ങൾ. മനസ്സിലായ? എന്താ കാട്ടുക? നെക്സ്റ്റ് വീഡിയോ. കേരള ഇനി കേരളം. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കി മാറ്റാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കേരളം. അപ്പൊ ഇനി മുതല് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും ആവില്ലല്ലേ, കേരളം ബ്ലാസ്റ്റേഴ്സ് അല്ലേ? അല്ല അത് എന്തിനാ ഇപ്പൊ മാറ്റണല്ലേ? കേന്ദ്രം അംഗീകരിച്ചല്ല കേരള എന്നുള്ളത് മാറ്റിട്ട് കേരളം എന്നാക്കാൻ വലിയ സംഭവം. അപ്പൊ വേറെ ലോകത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ മാറ്റാണ്ട് നമ്മളെ കേരളത്തിൽ. എന്നിട്ട് ഇപ്പൊ ആകെ പ്രധാനമന്ത്രി ചെയ്തെന്നാണ് കേരള എന്നുള്ള കേരള എന്നാക്കി. അത് പാടായിരുന്നു. ഞമ്മക്ക് തന്നെ ബുദ്ധിമുട്ട്. കുറേ സംഭവങ്ങൾ അവിടെ മാറ്റണം ഇവിടെ മാറ്റണം. കേന്ദ്രത്തിനല്ലേ ഇപ്പോഴേ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും, അവിടെ റോഡ് വേണം ഇവിടെ റോഡ് വേണം. അതൊന്നും ചെയ്തരാ. ഇനിയിപ്പോൾ 5 പൈസക്ക് മുടക്കില്ലാത്ത പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടാവും കേരളം എന്നാക്കണം. എന്നാ ഒരു AML എന്നാ എൻജോയ് എന്ന് പറഞ്ഞാണ് തന്നിട്ടുണ്ടാവും. ഇനി ചിലപ്പോ കേരള എന്ന് മാറ്റി കേരളം എന്നൊക്കെ പേര് തന്നു കഴിഞ്ഞാൽ അമ്മ ഇവിടെ BJPക്ക് ഭരിക്കാനാണെന്നുണ്ടെങ്കിൽ അതാണ് പൊളിച്ചാൽ മതിട്ടാ. ഇവിടെ ഓക്കാനാഷ് ഭരിക്കും. ഞാനൊക്കെ മുഖ്യമന്ത്രി ആയാലേ ആ കോമഡി ആയി. ഞാൻ എന്തൊക്കെ കേരളമായിട്ട് ഇങ്ങനെ അമ്മാനാടാവും. ഞാൻ എന്താ കാട്ടുക? കേരളം 2 വിഭാഗമൊക്കെ ആക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റൊക്കെ വെക്കും. പല പരിപാടികൾ ചെയ്യാണ്ട്. ഇന്നൊക്കെ ഒന്ന് മുഖ്യമന്ത്രി ആക്കി വെക്കുക. അപ്പൊ കാണാം. നെക്സ്റ്റ് വീഡിയോ. കടവന്ത്രയിൽ ഭിന്നശേഷിക്കാരനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു. യുവാവിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു. യുവതി ഉൾപ്പെട്ട 4 സംഘമാണ് നല്ല രസമുണ്ട് അല്ലേ യുവതിനെ കാണാന്? അങ്ങനല്ല, അത്യാവശ്യം നല്ല ഒരു മുഖച്ചായൊക്കെ ഉള്ള ഒരു കുട്ടി. എന്നാലും ഇവളെന്തിനാ ഭിന്നശേഷിക്കാരനെ ഫുള്ള് കേട്ടക്കാതെ നമ്മളൊന്നും പറയരുത്. മർദ്ദിച്ചത്. അക്രമി സംഘത്തിലെ 2 പേർ പിടിയിലായിട്ടുണ്ട്. പ്രതികളായ സഫ്നയെയും അമലിനെയും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്നാലും ഇവളെന്തിനല്ലേ ഭിന്നശേഷിക്കാരനെ നോക്കി എടി ഞങ്ങൾക്ക് പീഡിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇന്നൊക്കെ വിളിച്ചോട്. ഞാൻ എൻ്റെ നാട്ടിലെ എങ്ങായിമാരൊക്കെ ഒരു പണിയുമില്ല, വെറുതെ ഇവിടെ രാവിലെ ബസ് കളിക്കും, രാത്രി ലുഡോ കളിച്ച് ഇങ്ങനെ നടക്കുക. ഈ ഭിന്നശേഷിക്കാരൊക്കെ എന്തിനാ പിടിച്ച് പീഡിപ്പിക്കണം? ഇന്നൊക്കെ പിടിച്ച് പീഡിപ്പിക്കുവോ? ഈ സഫ്നക്ക് മാത്രമുള്ള ഓഫറാട്ടാ. ഇനിയിപ്പോൾ ബാക്കി ആണുങ്ങളൊന്നും വന്ന് പീഡിപ്പിക്കാന്ന് കണ്ട ചള്ളാണ്ട് പോളല്ലോ നമ്മള് പറഞ്ഞു വിചാരിച്ചിട്ട്. നല്ല രസമുള്ള കുട്ടിയടാ. ചിലപ്പോ എന്തെങ്കിലും കേസ് എടാ ഈ ന്യൂസ് ഞാൻ വിശ്വസിക്കരുത്. എന്തെങ്കിലും തീട്ട കേസ് ആവുമ്പോ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പൊ വാ മോനെ വാ എന്തെങ്കിലും മെസ്സേജ് ചോദിച്ചിട്ടുണ്ടാവും കളി തരുമോ? അപ്പൊ എന്തെങ്കിലും വാ തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് വരുത്തിയിട്ട് നല്ല പൂശി വിട്ടത് അങ്ങനെ എന്തെങ്കിലും സീനാവും. പക്ഷെ കുട്ടി നല്ല രസമുണ്ട് കേട്ടോ. എന്തൊരു രസമുള്ള കുട്ടിരാ. ഇതിനൊക്കെ കണ്ട് ഈ ലുക്ക് കണ്ടാണ് നമ്മൾ കെട്ടരുതെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഇതിനൊക്കെ കാണാൻ എന്ത് രസമുണ്ട്. എന്താണ് അതിൻ്റെ ഒക്കെ കയ്യിലിരിപ്പ്? ഭിന്നശേഷിക്കാരെ പിടിച്ചാണ്ട് പീഡിപ്പിക്കല. എന്താടാ? ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ച ശേഷമാണ് ക്രൂരമായി മർദ്ദിച്ചത്.
എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ് പറയണ ഇതാടാ, ഇവൻ ഈ ഭിന്നശേഷിക്കാരനായ ചെക്കൻ എന്തെങ്കിലും ചോദിച്ചു, അത് കാണിച്ചു തരും, അത് കാണിച്ചു ചോദിച്ചു. അപ്പം ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവളെ കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് റൂമിൽ ഇങ്ങനെ നിന്ന്, എന്നിട്ട് വാ മോനെ വാ കാണിച്ചു തരാം, വാ 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 വാന്ന് പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് ഇവനെ റൂമിൽ കണ്ട് കയറിയപ്പോൾ വായിൽ കുറ്റിട്ട്, എന്നിട്ട് ഇവനോട് പറഞ്ഞ് വാ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ചെയ്തു. അപ്പോൾ ബാക്കി ചെക്കന്മാരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തൊക്കെ ചെയ്യടാ ചെയ്യ്, അങ്ങ് കാണണ്ടേ ചെയ്യ് എന്നാ അതാണ് സംഭവം, മനസ്സിലായ? അതാണ് സംഭവം. കണ്ണിങ്ങാടാ, കണ്ണിങ് കണ്ണിങ്ങാണ് അനുസരിച്ച്. എനിക്ക് ചിലതൊക്കെ വേഗം കത്തണം, എന്തായി അതുകൊണ്ട് ഭയങ്കര ചൊറേട്ടാ, വേഗം കത്തണോണ്ട് ഒക്കെ വേഗം കത്തിക്കാളും എനിക്ക്. ഞാൻ അങ്ങനെ ഒരു ചൊറ ഗൈസ്. അപ്പം ഇന്നിപ്പം നേരത്തെ കുറച്ച് ടൈമായി, ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ റിയാക്ഷൻ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നല്ലേ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോ കാര്യം ഫുള്ള് കാണലുണ്ടാ, എനിക്ക് അറിയില്ല കേട്ടാ. ഫുള്ള് ആരെയും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ഇടണം കേട്ടാ. ഓക്കെ അനാഷ്, ഞാൻ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ട്, ഇനിയിപ്പോൾ ബോറാണ് അങ്ങനെ എന്തുണ്ടെങ്കിലും പറയാം, നമ്മളല്ലടാ എന്നോടൊക്കെ പറയട്ടാ. ഫുള്ള് കണ്ടോലൊക്കെ ഒന്ന് പറയണം കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോയിലൊക്കെ എടുത്ത് ഞാൻ ഇനി മുതൽ ഇങ്ങനെ ചെയ്യാൻ പോവാ. ഞാൻ ഈ റീൽസ് കാണാൻ നിർത്തി. ഇനി റീൽസ് കാണുകയാണെങ്കിൽ അത് ഇതേമാതിരി ലൈവായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ റീൽസാണ്. അപ്പോൾ രസമാണ്, നമ്മൾ വീഡിയോ ഇടാം ഒക്കെ ഇടാം, മനസ്സിലായ? കണ്ണിങ്. അപ്പം ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ അപ്ഡേഷൻസ്, ഇനി വീഡിയോ ഇനി ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇത് പോരാ, അങ്ങനെ വേണം, അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ഓപ്പണായി പറയാം. കാരണം കമൻറ്റ് ഞാൻ ഇതൊക്കെ രണ്ടും ഫേസ്ബുക്കിലിട്ടാലും യൂട്യൂബിലിട്ടാലും ഒക്കെ നല്ലോണം നോക്കലുണ്ട്. ഓക്കെ, കുറച്ച് കമൻറ്റിലുണ്ടാവുള്ളൂ. ഇത് വലിയ അനാൻസിൻ്റെ ചാനലൊന്നും അല്ലല്ലോ. അപ്പം ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇനി ഞാൻ പോകുമെന്ന് വിചാരിക്കണം, കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ എഡിറ്റർമാരൊക്കെ സെറ്റാക്കണം. അതുകൊണ്ട് ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ വീഡിയോ നേരെ അയച്ചിടുക, എഡിറ്റ് ചെയ്ത് നേരെ പോസ്റ്റ് ആക്കി, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് കണ്ടെന്ന് എന്തെങ്കിലും അതൊക്കെ കമൻറ്റ് ഇടാം, എനിക്ക് നോക്കാനാട്ടാ, ഞാൻ റിപ്ലൈ ഉണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത്, നല്ല ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ തരാം. ഓക്കെ, പിന്നെ വീഡിയോ കാണുന്നോല് ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആകെ പണ്ടെല്ലാവരും പറയണതാണ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ എപ്പോഴും വന്ന് ഞാൻ അങ്ങനെ വെറുപ്പിക്കലാവുണ്ടേ, വേണ്ട സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട, കുറേ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ. അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. അല്ല, നിങ്ങൾ ഇനി എപ്പോഴത് കാണണമെന്ന് അറിയില്ല, ഒന്നുമില്ല. താങ്ക് യു എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്.